ഈ പെണ്ണിത് എവിടെ വാതിലൊക്കെ തുറന്നിട്ട്? സാജിയേ, സാജിയേ, സാജിയേ. ആ അമ്മ നിങ്ങളെപ്പഴാ വന്നേ? ഇജ്ജ് എവിടെയിന്ന്? വാതിലൊക്കെ തുറന്നിട്ടിട്ട് ആരേലും കേറൂല കുട്ടിയെ ഒത്തക്ക്. ഞാനിപ്പോ കച്ചറ കൊണ്ടിടാൻ പോയപ്പോ തുറന്നു വെച്ചതാണ്. അല്ല കുട്ടി എവിടെടി? ഓനതാടെ റൂമിൽ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട്. കുട്ടീനെ കാണാൻ പൂതിയായിട്ട് വന്നതാണ് ഞാന്. എത്ര ദിവസമായി അതിനൊന്ന് കണ്ടിട്ട്. ഇജാണെന്നുണ്ടെങ്കിൽ ആണ്ട് വരും കൂടി ചെയ്യൂല. എന്താണിപ്പൊന്ന് ആണ്ട് വന്നാല് എങ്ങനെ വരമ്മ? ഈ കടയ്ക്ക് പോയതുകൊണ്ട് വരാനൊന്നും പറ്റലില്ല. എന്തായാലും നിങ്ങളും ഇങ്ങോട്ട് വന്നല്ലോ. എന്റെ ഒരു പണിത്തിരക്ക്. ഞാൻ എന്നോട് എപ്പോഴും പറച്ചിലില്ല അതിനോട്ട് ഒന്നും വായൊക്കെ അതിനെ കാണാൻ പൂതിയായിട്ടാണ് എന്നുള്ളത്. അത് പറഞ്ഞ് കേൾക്കൂല. എന്നിട്ട് എവിടെയാണ് ഓനത്? അവിടെ ഉണ്ടെങ്കിൽ ചെല്ലി. അന്ന് ഞാൻ ഓനെ കണ്ടുകാണ്ടായിട്ട് വരാം. എന്തിനാണാവോ ഈ വരവ്? നല്ല കല്യാണക്കാരും പറഞ്ഞാണ്ടിരിക്കാരും. ഉമ്മമാന്റെ കുട്ടി ഇവിടെ ഇരിക്കാണ്, കളിക്കാണ്. ഉമ്മമാന്റെ കുട്ടി ചായ അടിച്ചിക്കണാ? എന്ത് ചിന്നു? എന്റെ അപ്പു ചിന്നിക്കണാ? എന്നാ കച്ചോളിട്ടാ. അമ്മച്ചിന്റെ അടുത്ത് പോയോക്കട്ടെ അമ്മമ്മ. വിരിഞ്ഞോളിട്ടാ. എന്താ എന്നിട്ട് പണികളൊക്കെ കഴിഞ്ഞ? എന്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അമ്മ. ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടൊക്കെ വേണം. ഇന്ന് എനിക്ക് കട ഇല്ലല്ലോ അല്ലെ? ഞാൻ അതുകൊണ്ടാ അങ്ങോട്ട് പോന്ന്. ഞായറാഴ്ച അല്ലേ? അപ്പൊ കൊറേ ആയില്ല പന്നിയും കുട്ടീനൊക്കെ ഒന്ന് കണ്ടിട്ട്. അതങ്ങോട്ട് വന്നിച്ചാണെന്നുണ്ടെങ്കിൽ ആണ്ട് വരുന്നില്ല. നമുക്കൊന്ന് വന്നൂടെടി? വന്ന് കുറച്ച് ദിവസം നിന്ന് പോന്നൂടെ? ഞാൻ എങ്ങനെയമ്മ അവിടെ വന്ന് നിക്ക? ഓനെ കൊണ്ട് പ്രശ്നമില്ല, പക്ഷെ അത് ശരിയാവൂല. ഓരൊരു കുടുംബായിട്ട് നിക്കല്ലമ്മ. എന്തെങ്ങനെ നിങ്ങൾക്ക് എന്തോന്നും അറിയാത്ത പോലെ നിങ്ങൾ വർത്താനം പറയണത്? അന്റെ ഒരു പണി ജോ. എന്നോട് ഞാൻ അവിടെ സ്ഥിരം നിക്കാൻ പറഞ്ഞല്ലേ? എന്നാ പിന്നെ അനക്ക് ഈ പണിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഇതിപ്പോ ഒരു കുട്ടീനെ അംഗനവാടിക്ക്, ഒരു പൈതലിനെ അംഗനവാടിക്ക് പറഞ്ഞയച്ചെങ്ങാണ്ട് ഇജ്ജ് പോവാറിന വലിയ കഷ്ടം തന്നെ ഉണ്ടാ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ഇവിടെ വന്ന് നിക്കാന്. എന്നാ പിന്നെ എനിക്ക് അതിനെ നിങ്ങളെടുത്ത് ആക്കിയങ്ങോട് പോയാ മതിയല്ലോ. നിങ്ങൾ നിക്കണില്ലല്ലോ. പിന്നെ ആരും ഇല്ലാത്തോണ്ടല്ലേ ഞാൻ അതിനെ അംഗനവാടിക്ക് ആക്കിയത്. ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന് നിക്ക? അവിടെ ഇല്ല ഒരാള്. ഓനാണെന്നുണ്ടെ ഗൾഫിൽ. ഒറ്റക്ക് ഇട്ടുങ്ങാണ്ട് പന്റെ അടുത്ത് വന്ന് നിക്കാൻ പറ്റുമോ? നിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നിക്കൂല. അനക്ക് അവിടെ വന്ന് നിന്നാ മതി. അതിനിപ്പോ ഒരു കുഴപ്പമില്ലോ. എന്നോട് നിക്കണ്ടാന്ന് എന്തേലും പറഞ്ഞിക്കണം. അങ്ങക്കപ്പൊ ഏറ്റവും വലുത് ഓലല്ലേ. അതൊന്നും പ്രശ്നമില്ലമ്മ. ഞാൻ നിന്നോളാം. ഇപ്പൊക്കെ ശീലായി. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങക്ക് ചായ എടുക്ക. നിങ്ങൾ അവിടെ പോയിരിക്കേ. ചായ ഒന്നും വേണ്ട. ഞാൻ ചായയുടെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നതാണ്. എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയണ്ട. അത് ഞാൻ അങ്ങോട്ട് പോന്നിച്ച് ഇങ്ങോട്ട് വായ. കുറച്ച് കഴിഞ്ഞിട്ട് എടുക്ക പണികളൊക്കെ. അടുത്ത ബസ്സിന് തന്നെ പോവും വേണം. ഞാണ്ട് വരെ നടക്കുന്ന. അതന്നെ കരമ്പല്ല. അതിപ്പോ എന്റെ അമ്മക്ക് വേറെ എന്താ പറയാനുള്ളത്? എന്റെ അമ്മ വരുന്നില്ല. മാസം എന്റെ അമ്മ വരും. എന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ട് പോവുക ചെയ്യും. കൊറേയൊക്കെ പാവാണ്. ഒറ്റയ്ക്കല്ലേന്ന് വിചാരിച്ചിട്ട് ഇക്കാരം. അല്ല എന്നിട്ടിപ്പൊ എന്താ എന്റെ തീരുമാനം? എന്ത് തീരുമാനം? ഇതറിയാത്ത പോലെ വർത്താനം പറയല്ലോ സാജിയെ. ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഒരു കല്യാണക്കാര്യത്തിനെ പറ്റിയിട്ട്? ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു. അത് ഞാനേ ഇന്നലെ അങ്ങാടിക്ക് പോയപ്പോ നമ്മളെ ജമീലുണ്ടല്ലോ ബ്രോക്കർ, ഓള് പറഞ്ഞതാണ് നല്ലൊരു കല്യാണക്കാരുണ്ട്. ഓൾക്ക് മുതലൊന്നും വേണ്ട, പെണ്ണ് മതി. പിന്നെ ഞാൻ പറഞ്ഞു ഓളെ കല്യാണം ഒന്ന് കഴിഞ്ഞതല്ലേ, അതിലൊരു ചെറിയൊരു ആൺകുട്ടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഓന്റതും കഴിഞ്ഞതാ അത്ര. ഓനക്ക് കുട്ടികള് 2 കുട്ടികളുണ്ട് തോന്നണ അതില്. അപ്പൊ കുട്ടികള് ഓന്റെ അടുത്താണോ ഓളെ അടുത്താണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഓൻ വന്ന് പെണ്ണ് കണ്ടോട്ടെ, പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടത്താലോന്ന് പറഞ്ഞു. എന്താ എന്റെ തീരുമാനം? അപ്പോഴും ഒന്നും മുണ്ടിയില്ലല്ലോ. ഇമ്മങ്ങൾക്ക് ഇതല്ലാതെ വേറൊന്നും പറയാനില്ലമ്മ. നിങ്ങൾ ഇന്നെ കാണാൻ വരുമ്പോ ഇതിങ്ങനെ പറയാ മനുഷ്യന്മാരെങ്ങനെ ചടപ്പിക്കാൻ വേണ്ടിട്ട്. ഇന്റെ കാലശേഷം അനക്ക് ആരുണ്ടാവുക? ഈ എപ്പോഴെങ്കിലും ഈ മണ്ടി വരാൻ ഞാൻ മാത്രമേ ഉള്ളൂ അനക്ക്.
അത് ഇജ്ജ് മനസ്സിലാക്ക്. അന്റെ ആങ്ങള ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇജ്ജ് പറഞ്ഞ പോലെ ഓളെ സ്വഭാവം ശരിയല്ല. അതിപ്പോ ഞാൻ നിക്കാണെങ്കിലും ഓള അങ്ങനെ തന്നെയാണ്. ഓനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. എന്നാലും ഇപ്പൊ അങ്ങനല്ലല്ലോ. ഞാൻ എന്തിനേലും വണ്ടി എന്നെ പോലെ പോലെ എത്തിക്കൊള്ളണം എന്നില്ല. അതാ ഞാൻ എന്നോട് പറയണത്. ഇജ്ജ് എങ്ങനെയെങ്കിലും ഈ കല്യാണത്തിനൊന്ന് സമ്മതിക്ക്. ഇക്ക് താല്പര്യമില്ല. നിങ്ങൾ വരണ്ടാന്ന് പറഞ്ഞാല് ഇക്ക് എന്തായാലും ഒരു കല്യാണത്തിനോട് തീരെ താല്പര്യമില്ല. ഞാൻ ഇപ്പൊ എന്റെ പണി എടുത്തുകൊണ്ട് ഞാൻ പോട്ടെ. നിങ്ങൾ എന്താ ഇമ്മ ഇങ്ങനെ? നാട്ടുകാരെ കൊണ്ട് അത് ഇതും പറയിപ്പിക്കലട്ടോ. നാട്ടുകാര് എന്തെല്ലാം പറയുന്നുണ്ട് അറിയാം എന്നെ പറ്റിയിട്ട്. ഒരു പെറ്റ തള്ളായ എനിക്ക് കേൾക്കുമ്പോ നല്ല സങ്കടമുണ്ട്. ഇജ്ജ് ഒരു കുട്ടിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാസി പിടിച്ച് നിക്കല്ലേ. അനക്കിപ്പോ ഒരു കുട്ടിയല്ലേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞാലും ഓൻ ആ കുട്ടീനെ നോക്കിക്കോളും. ഇനി ഓനക്ക് 2-3 കുട്ടികൾ ഉണ്ടായിക്കോട്ടെ. ഇത് ഇപ്പൊ ചെറിയ പൈതലല്ലേ, അതിനെ നോക്കാതിരിക്കോ? എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കാൻ പോവാണ്. ഓനോട് വരാൻ പറയട്ടെ. എന്റെ കുട്ടീനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിക്കും ഞാൻ നിൽക്കൂല. പിന്നെ നിങ്ങൾ പറഞ്ഞു ഓല് 2-3 മക്കളുണ്ടെന്ന്. എന്റെ കുട്ടീനെ ഓല് നോക്കുന്ന ഉമ്മ എന്താ ഒരു ഉറപ്പുള്ളത്? അത് പൈതലല്ല ഉമ്മ. ഞാൻ എന്റെ സുഖം മാത്രം നോക്കിയാ മതിയോ? നിങ്ങൾക്ക് എന്റെ ഒരാളെ കാര്യം മാത്രമേ ഉള്ളൂ. എന്റെ കുട്ടിയുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നില്ലല്ലോ. അനക്ക് ഇങ്ങനെ ജോലിക്ക് പോണം, അനക്ക് ഒറ്റക്ക് നിക്കണം, അതിന് വേണ്ടിട്ടല്ലേ ഇജ്ജ് നിക്കണത്? അല്ല ഇപ്പൊ ഓൻ മരിച്ചേക്കന്നെ എന്നോട് പറഞ്ഞ് ഇജ് വേറെ കല്യാണം കേക്ക്. അന്ന് എനിക്ക് പറ്റിയില്ല. അപ്പൊ ഇജ് എവിടെ വേറെ ഏതോ ഒരു കടയ്ക്ക് പോവാതെന്നു. അതും ഇജ് പോയി എന്റെ സമ്മതം ഇല്ലാതെ. ഇപ്പൊ ഇതാ പിന്നെ ഒരു കടയ്ക്ക് ആ ഒരു കുട്ടീനെ ഒരു അംഗനവാടിയിലും ആക്കിങ്ങാണ്ട്. എന്താ എന്റെ മനസ്സിൽ ആരേലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇജ് പറയും. എന്നാ ഞമ്മക്കത് നടത്താം. അതപ്പൊ നടക്കുള്ളൂ. ഇജ് ഒന്നും ഉണ്ടാതെ ഇങ്ങനെ ഒരു കുട്ടീനും വെച്ചിങ്ങാണ്ട് ഒരു വാടക പേരയിൽ ഇങ്ങനെ എത്ര കാണിച്ചിട്ടാ നിക്കല്? എത്ര കാണിച്ചിട്ട് ഈ ആൾക്കാരെ കൊണ്ട് കണ്ട ആൾക്കാരെ കൊണ്ട് ഇത് ഇങ്ങനെ പറയിപ്പിക്കണേ? ഞാൻ എത്ര വെച്ചിട്ട് ഇത് കേക്കണത്? മാപ്പിള മരിച്ചതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു പെണ്ണിങ്ങനെ ഇരിക്കണമെന്നൊന്നുമില്ല. അന്റെ മനസ്സിൽ വേറെ എന്തേലും ഉണ്ടാവും. അതേ കാര്യം ഇങ്ങനെ പറയണത്. അല്ലാതെ ഇജ്ജ് എന്നും ഇന്നെ ഇങ്ങനെ മടക്കി പറഞ്ഞേക്കുവോ? ഇക്ക് വേറെ ആളുണ്ട്. എനിക്ക് വേറെ ഒരാളായിട്ട് ഞാൻ ഇഷ്ടത്തിലുമാണ്. നിങ്ങൾക്ക് ഇപ്പൊ അത് കേൾക്കാൻ വേണ്ടിട്ടല്ലേ? നാട്ടുകാര് എന്തോ പറഞ്ഞോട്ടെ, നിങ്ങൾ എന്തിനാണ് അത് കാര്യാക്കി എടുക്കുന്നത്? നാട്ടുകാരുടെ ചെലവിലാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നാട്ടുകാരാണ് നിങ്ങൾക്കൊക്കെ ചെലവിൽ തരുന്നത്? നിങ്ങൾ ഇങ്ങനെ പേടിക്കാന്. പിന്നെ കുടുംബങ്ങൾക്ക് നമ്മൾ പണ്ടേ കണ്ടൂടാ. നമ്മളടുത്ത് മുതലില്ലാത്തോണ്ട്. ഓലൊക്കെ വലിയ മുതൽക്കാരാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്ക് പറ്റൂല. അത് നിങ്ങൾക്ക് അറിയണല്ലേ. പിന്നെ എന്തിനാ നിങ്ങൾ ഓലെ ബോധിപ്പിക്കണത്? അല്ല, ഓരോട് എന്തെങ്കിലും സംഭവം നടക്കുമ്പോ ഇങ്ങോട്ട് വന്ന് പറച്ചിലുണ്ടോ? ഇല്ലല്ലോ. നമ്മളെ പേരയില് എന്ത് നടക്കണോ അതൊക്കെ 4 ആളങ്ങണ്ട് അറിയിക്കും. ഓല് നല്ല മുതൽക്കാരാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇതിന് സമ്മതിക്കാന്ന് പറഞ്ഞ്. നല്ല മുതലുണ്ട്. ഓന്റെ പെണ്ണുങ്ങൾ ഇതേപോലെ മരിച്ചത് അത്ര. വണ്ടി ഇടിച്ചിട്ട് അങ്ങനെ എന്തോ മരിച്ചതാണ്. എല്ലാരും കൂടി പോകുമ്പോ അതിൽ ഇവനും മക്കളും ആക്കിയായി ഓള് മരിക്കുകയും ചെയ്തു. കുറെ കാലം എന്തോ വെന്റിലേറ്ററിലൊക്കെ കിടന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല മുതലുള്ള ആൾക്കാരാണ്. അനക്ക് സുഖമായിട്ട് ജീവിച്ചൂടെ? ഇജ്ജ് ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇനി ഓൻ എന്റെ കുട്ടീനെ നോക്കണില്ലാന്നുണ്ടെങ്കിൽ ഇജ്ജ് ഇന്റെ അടുത്ത് ആക്കി തന്നാളാ. ഞാൻ നോക്കിക്കൊണ്ട് മാസത്തിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അതിന് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ ഇജ്ജ് തന്നാളാ. ഞാൻ നോക്കിക്കോളാം അതിനെ. അങ്ങനെ ഇപ്പൊ നിങ്ങളെ അടുത്ത് നിർത്താൻ പറ്റിയ പ്രായമല്ല അത്. ഞാനും കൂടി നിങ്ങളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് കുഴപ്പമില്ല. ഞാൻ വൈകുന്നേരം വരും ജോലി കഴിഞ്ഞിട്ട് നക്കാം. ഇത് ഇങ്ങനത്തെ എത്ര ദിവസിച്ചിട്ട് എന്റെ കുട്ടിനെ കാണാതെ, അത് ഇന്നെ വിട്ടിട്ട് ഒരു ദിവസം പോലും മാറി നിന്നിട്ടില്ല. പൈതലല്ലേ ഉമ്മ അത്? നിങ്ങൾ എന്താ അത് മനസ്സിലാക്കാത്ത? ഞാൻ എന്ത് വിചാരിച്ചിട്ട് നിങ്ങളടുത്ത് ആക്കി ഇങ്ങാണ്ട് പോണത്? ഈ ജി എന്താച്ച കാട്ടിക്കോ. ഇനി ഞാൻ ഈ പേരും പറഞ്ഞുകൊണ്ട് ഞാൻ വരൂല. ഞാൻ പോവാണ്. ഇക്ക എന്റെ ചായയും വേണ്ട, ചോറും വേണ്ട. ജി എന്ത് പറഞ്ഞാലും ഇജ്ജ് ഒന്നും സമ്മതിക്കൂല വെച്ചാല്. ഈ പറഞ്ഞതിൽ ഒരു മാറ്റം ഇല്ലമ്മ. ഇക്ക് എന്റെ കുട്ടിയില്ല ജീവിക്കാൻ പറ്റൂല. സത്യം ഞാൻ പറഞ്ഞത്. ഇക്ക് അത് വേണം എന്റെ കൂടെ. എന്റെ ഇക്ക എന്റെ കൂടെ ഇല്ല. എന്റെ ഇക്കാനെ എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ കുട്ടീനെ നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കൂല. ഓൻ വലുതാവട്ടെ. ഓൻ വലുതായിട്ട് ഓന്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. അപ്പൊ നമുക്ക് ആലോചിക്ക വേണോ വേണ്ടേന്ന്. അത് വരെ പറിച്ചു എനിക്ക് ആരോഗ്യം തന്നിക്കണല്ലോ. ഞാൻ എങ്ങനെയും ജീവിച്ചോണ്ട് ഇത് പറഞ്ഞുങ്ങാണ്ട് എന്റെ അടുത്തേക്ക് വരണ്ട. എന്ത് പറഞ്ഞിട്ട് ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കുക? ഒരു കുട്ടിയല്ല. ആ കുട്ടീനെ എന്റെ അടുത്ത് ആക്കി തന്നോട് ഓൾക്ക് ഞാൻ നോക്കിയില്ല വെച്ചിട്ട് ഇക്കെന്തായാലും എന്റെ മകളെ ഭാവി തന്നെയൊക്കെ വലുത്. ഓന്റെ കുടുംബങ്ങൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഒരു മനസ്സും തിരിഞ്ഞു നോക്കണില്ല. പിന്നെ എന്ത് കണ്ടിട്ടാ ഈ ഒരു കുട്ടീനേറ്റ് ഓൾ ഇത്ര കാണിച്ചിട്ട് ഇങ്ങനെ നിക്ക ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ചുങ്ങാണ്ട്. ഏടി ഞാൻ പോവാടേ. ഈ പെണ്ണ് അപ്പോത്തിനൊക്കെ പോയത്.
ഏടി ആ ഇപ്പൊ ഇതിനേറ്റ് കെട്ടിപ്പിടിച്ചിരുന്ന് ഒരാഴ്ച ഞാൻ എന്റെ നല്ല ഭാവിക്ക് വേണ്ടിട്ടാ ഞാൻ പറയണത്. നമ്മുടെ കുട്ടിക്ക് ഒരു ജീവിതം വേണ്ടേ, അത് വിചാരിച്ചിട്ടാണ്, അല്ലാതെ അതിനോടൊരു ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. നിങ്ങൾ പൊയ്ക്കോളിമ്മ, നിങ്ങൾ ഇനി ഇതും പറഞ്ഞാണ്ട് ഇങ്ങോട്ട് വരണ്ട. എന്റെ കുട്ടിനെ വിട്ടിട്ടുള്ള ജീവിതം നിനക്ക് എന്തായാലും വേണ്ട. നിങ്ങൾ പൊയ്ക്കോളി. ഈ പറഞ്ഞ ആൾക്കാർ എന്റെ കുട്ടിനെ നോക്കുന്ന എന്തത്ര ഉറപ്പ്? നോക്കൂല. എന്റെ കുട്ടിക്ക് ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ ഉമ്മ. പൊയ്ക്കോളി. ഞാൻ എന്തായാലും പോവാണ്. ഇനിയിപ്പൊ അടുത്ത ബസ് ഇപ്പൊ വരാനാവും. അന്റെ ഇഷ്ടം പോലെ ചെന്താച്ച കാട്ട്. ഞാൻ ഓട് വരാനും പറഞ്ഞില്ല, വരണ്ടാന്നും പറഞ്ഞില്ല. അനക്ക് എന്ന് തോന്നണ ഇനി ഒരു കല്യാണം വന്ന് അന്ന് കല്യാണം കഴിച്ചാ മതി. വല്ലാത്തൊരു കഷ്ടാണ് എന്റെ കാര്യമൊക്കെ. ഞാൻ പോവാണ്. പോട്ടിട്ട് പൊന്നുവാ, മെച്ചിന്റെ അടുത്ത് ഇരുന്നോളിട്ടാ. ഞാൻ പോവാട്ടടി. ഉമ്മച്ചി കുട്ടിക്ക് ഉമ്മച്ചി ഉണ്ടാവൂട്ടാ. ഉമ്മച്ചി കുട്ടിക്ക് ഉമ്മച്ചി പോരെ. വരുമോ? ഉമ്മച്ചി കുട്ടീനെ ഉമ്മച്ചി എവിടെ ആക്കിയിട്ടും പോവൂലട്ടാ. ഉമ്മച്ചിന്റെ സ്വത്താണ്. പോയി കളിച്ചോളും നാട്ടിൽ.